And now we discuss the scattering and the Thomson model. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തോംസൺ മോഡൽ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ തോംസൺ മോഡൽ അനുസരിച്ച് നമ്മൾ സ്കാറ്ററിംഗ് നടത്തുവാണെങ്കിൽ തിയറട്ടിക്കലി കിട്ടുന്ന വാല്യൂ, അതുപോലെ നമുക്ക് എക്സ്പെരിമെന്റലി ഒബ്സർവ്ഡ് വാല്യൂവും ഡിഫറെൻ്റ് ആയിരിക്കും എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കോർഡിംഗ് ടു തോംസൺ മോഡൽ the average scattering angle for a single atom is of the order of 0.01 degree. അതുപോലെ തന്നെ ഒരു ഫോയിലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന തിൻ ഫോയിൽ എന്ന് പറയുന്നത് 10⁴ ആറ്റംസ് തിക്ക് ആയിരിക്കും. അതിൽ നെറ്റ് സ്കാറ്ററിംഗ് 1 ഡിഗ്രി മാത്രമായിരിക്കും. സോ അത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആണ്. പക്ഷേ ഈ തോംസൺ മോഡൽ ലാർജ് ആംഗിൾ സ്കാറ്ററിങ്ങിന് ഫെയിൽ ചെയ്യുന്നു. അതായത് നമ്മൾ സപ്പോസ് വി ആർ എക്സാമിനിങ് ദി പ്രോബബിലിറ്റി ഓഫ് സ്കാറ്ററിങ് അറ്റ് ലാർജ് ആംഗിൾസ്, വി ക്യാൻ സീ ദാറ്റ് ദി എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് and the theoretical results using Thomson model are completely in disagreement. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സ്കാറ്ററിങ്ങും ഏകദേശം 0.01 ഡിഗ്രി ആണ് ആ ഇൻസിഡന്റ് പ്രൊജക്ടൈലിനെ ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ലാർജ് ആംഗിൾ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റിൽ നമുക്ക് ഏകദേശം 90 ഡിഗ്രി അബവ് സ്കാറ്ററിങ് വരെ, ഏകദേശം 180 ക്ലോസർ വരെ സ്കാറ്ററിങ് കാണുന്നുണ്ട്. ഒരു തിൻ ഫോയിലിൽ നമ്മൾ ഒരു പ്രൊജക്ടൈൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ആണെങ്കിൽ 180 ഡിഗ്രി വരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഓർഡർ ടു ഒബ്സർവ് ദി പ്രൊജക്ടൈൽസ് scattered through a total angle greater than 90, there should be about 10⁴ successive scattering, minimum 10⁴ successive scattering. അപ്പോൾ ഈ എല്ലാ സ്കാറ്ററിങ്ങും, all of the scattering should push the projectile towards large angle. എല്ലാ ഈ 10⁴ എല്ലാം ലാർജ് ആംഗിൾ സ്കാറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ 90 അബവ് സ്കാറ്ററിങ് ആംഗിൾ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മുടെ ഈ പ്രോബബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ സ്കാറ്ററിങ് ഒന്നുകിൽ ലാർജർ ആംഗിളിലേക്ക് പോവാം, അല്ലെങ്കിൽ സ്മോളർ ആംഗിളിലേക്ക് പോവാം. സോ ദി പ്രോബബിലിറ്റി ഓഫ് സ്കാറ്ററിങ് ഫോർ towards the larger angles and towards the smaller angles are equal. അപ്പോ ഈ 10⁴ സക്സസീവ് സ്കാറ്ററിങ്സും ലാർജർ ആംഗിൾസിലാവുക എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം ലാർജർ ആംഗിളിലേക്കും സ്മോളർ ആംഗിളിലേക്കും പോവാനുള്ള പ്രോബബിലിറ്റി സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്കാറ്ററിങ്ങും ലാർജർ ആംഗിളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ 10⁴ ടൈംസ് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് തന്നെ കിട്ടുന്നു എന്നതുപോലെയാണ്. അപ്പൊ നമുക്കറിയാം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ കിട്ടാം, ടെയിലോ കിട്ടാം. പക്ഷെ എല്ലാം ഇപ്പോൾ ഈ സ്കാറ്ററിങ്ങിന്റെ കേസിൽ എല്ലാം ലാർജർ ആംഗിളിലേക്ക് പോകും. ലാർജർ ആംഗിൾ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ 90 ഡിഗ്രി അബവ് കിട്ടുള്ളൂ. സോ ദിസ് ഈസ് പ്രൊബബിൾ. ഇതിന്റെ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. കാരണം ഇത് നമ്മളിപ്പോൾ സപ്പോസ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ 10⁴ ടൈംസ് ടോസ് ചെയ്യുമ്പോൾ എല്ലാം ഹെഡ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ പ്രൊബബിലിറ്റി നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെഡും ടെയിലും അല്ലെ ഹാഫ് ആണ് അതിന്റെ ഇത് വരുന്നത്. സപ്പോസ് നമ്മൾ ഒരു പ്രാവശ്യമാണ് കോയിൻ ടോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രൊബബിലിറ്റി 1/2 ആണ്. ഇനി 10⁴ ടൈംസ് ആണെങ്കിൽ അതിന്റെ പ്രൊബബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +2 1/2 റേസ് ടു 10⁴ 1/2 റേസ് ടു 10,000 ആയിരിക്കും. അപ്പൊ ഇത് ഏകദേശം 10⁻³ ആണ്, അതായത് 1/3000 ആണ്. അപ്പൊ
തിയറട്ടിക്കലി തോംസൺ മോഡൽ അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് 1/10⁻3000 ആയിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് എക്സ്പെരിമെന്റലി ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് 1/10⁴ ആണ്. ഇത്രയും ഡിഫറൻസ് അതിൽ രണ്ടിലും വരുന്നത്. ഗിഗർ ആൻഡ് മാർസ്റ്റൺ എക്സ്പെരിമെന്റ് വിത്ത് ആൽഫ പാർട്ടിക്കിൾ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗിന്റെ 1/10⁴ ആണ്. സോ ദി ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദി theoretical model based on the Thomson model and the observed value is very high. This discrepancy led to the Rutherford model. appadana Rutherford a famous statement nammal parnittundaayirunnu, it was as incredible as if you fired a 15-inch shell at a piece of tissue paper and it came back and hit you. But tissue paper like nammaloru shoot ചെയ്തിട്ട് ഷെല്ല് തിരിച്ച് നമ്മളെ ഹിറ്റ് ചെയ്യുന്നത് പോലെ ബാക്ക് സ്കാറ്ററിംഗ് നടക്കുന്ന പോലെ ഇൻക്രെഡിബിൾ ആണ് എന്നാണ് ഈ എക്സ്പെരിമെന്റിന് റദർഫോർഡ് വിശേഷിപ്പിച്ചത്. ഓക്കെ, നൗ വി ക്യാൻ ഗെറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ദി ആവറേജ് സ്കാറ്ററിംഗ് ആംഗിൾ ഇൻ തോംസൺ മോഡൽ. So for that, assume a projectile having positive charge and the charge of the projectile is small z e. And it is incident on an atom of radius r. So according to Thomson model, as a uniform sphere having radius r, and suppose the charge of this atom is z e, positive charge of this atom is plus Ze, and as a whole it is electrically neutral, positive charge is plus Ze. So the force on the projectile when it is at a distance r from the center of the atom. So suppose the projectile is at a distance r from the center of the atom. So നമുക്ക് ഇത് Gauss's law യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ, ഞാൻ ഫൈനൽ റിസൾട്ട് എഴുതുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ZE divided by 4πε0 r cube small r. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് Q × E ആണ്. അപ്പൊ ഇതിന്റെ ചാർജ് ZE ആണ്. ZE × E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Z × ക്യാപിറ്റൽ Z E² by 4πε0 r cube. എല്ലാവരും ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ദിസ് ഇസ് എൻ അസൈൻമെന്റ് ഫോർ യു. അപ്പൊ ഇതിനകത്ത് സ്മോൾ z 1 ആണെന്ന് വിചാരിക്കുക. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് this also gives the force on the electron embedded in the Thomson model at a distance r from the center. Okay, അപ്പൊ അതിനും നമുക്കിത് യൂസ് ചെയ്യാം. Z 1 ആണെങ്കിൽ ഒരു ഇലക്ട്രോണിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇതിന് സെയിം ആയിരിക്കും കേട്ടോ. ആൻഡ് നമുക്കറിയാം ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് F എന്ന് പറയുന്നത് KR ആയിട്ട് എഴുതാം. കാരണം ഇവിടുത്തെ K എന്ന് പറയുന്നത് Z1 ആകുമ്പോഴാണ് ഇലക്ട്രോണിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ Z1 ആയിരിക്കും. ZE² by 4πε0 ക്യാപിറ്റൽ R ക്യൂബ് ആണ്. അപ്പൊ ഇത് ഇവിടെ K എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ ലീനിയർ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇലക്ട്രോണിനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ അറൗണ്ട് ഓസിലേറ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു മാസ് ഒരു സ്പ്രിങ്ങിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു ലീനിയർ റെസ്റ്റോറിംഗ് ഫോഴ്സ് F = kx ഉണ്ടാവും. അപ്പൊ അതിന് അനാലോഗസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. സോ ദി ഇലക്ട്രോൺസ് ഇൻ ദി തോംസൺ മോഡൽ ഓസിലേറ്റ് അബൌട്ട് ദി ഇക്വിലിബ്രിയം പൊസിഷൻ വിത്ത് ദി ഫ്രീക്വൻസി. അപ്പൊ നമുക്കറിയാം K ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്രീക്വൻസി ന്യൂ ഓർ F എന്തായാലും എഴുതാം. ടെക്സ്റ്റിൽ F എന്നാണ് എഴുതിയിരിക്കുന്നത്. 1/2π√K/m എന്ന് എഴുതാം. So the electrons in the Thomson model oscillate with this frequency where K = capital ZE² by 4πε0 r cube. ഇത് 1 ആണ് കേട്ടോ, സ്മോൾ z. പക്ഷെ നമുക്ക് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട് നമുക്കറിയാം ദി ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ചാർജ്
radiate electromagnetic waves whose frequency is identical to the oscillating frequency. അപ്പോൾ തോംസൺ മോഡൽ അനുസരിച്ച് ഈ ആറ്റം എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഇതായിരിക്കണം. ബട്ട് ദിസ് ഇസ് നോട്ട് ട്രൂ. എക്സ്പെരിമെന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നതും ആറ്റം എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടും തോംസൺ മോഡൽ കറക്റ്റ് അല്ല എന്നതിനെ റെപ്രസെന്റ് ചെയ്യും. And now we can calculate the scattering angle. So the exact calculation of the scattering angle for different impact parameters is very difficult or complicated. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവറേജ് ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി ഇവിടെ പ്രൊജക്ടൈൽ എക്സ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഈ ആറ്റം ഒരു വൈ ഡിറക്ഷനിൽ ഒരു മൊമെന്റം പ്രൊഡ്യൂസ് ചെയ്യുന്നു, പി വൈ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് the momentum from the impulse received by the projectile due to the electric force can be written as integral Fy dt. Here dt is the time interval. അപ്പോൾ അങ്ങനെ ഒരു ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മളൊരു ആവറേജ് സ്കാറ്ററിംഗ് ആംഗിൾ കണ്ടുപിടിക്കുകയാണ് ബൈ ചൂസിങ് ആൻ ആവറേജ് വാല്യൂ ഓഫ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്ററിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് b = r/2, അതായത് മിഡിൽ ട്രജക്ടറി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അപ്രോക്സിമേഷൻസ് ചെയ്യുമ്പോൾ പി വൈ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് എഫ് ഇൻറ്റു ഡെൽറ്റ ടി കറസ്പോണ്ടിങ് ടു ദി മിഡിൽ ട്രജക്ടറി, ദാറ്റ് ഇസ് ഇമ്പാക്ട് പാരാമീറ്റർ b = r/2. അപ്പോൾ സ്മോൾ ആർ എന്ന് പറയുന്നതിന് ഇവിടെ r/2 എന്ന് കൊടുക്കണം. സോ എഫ് എന്ന് പറയുന്നത് ഈ കേസിൽ ZE/4πε0r3, സ്മോൾ ആറിന് പകരം അവിടെ r/2 കൊടുക്കുക. And delta t here is the time, r divided by velocity. v into time gives the distance, so it is r/v. So this is equal to, sorry ഇവിടെ e square ഇടാൻ മറന്നുപോയി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ZZE²/8πε0rv എന്ന് py. അതുപോലെ സ്മോൾ ആംഗിൾസിന് നമുക്കറിയാം tan തീറ്റ എന്ന് പറയുന്നത് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ, കാരണം സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും, കോസ് തീറ്റ 1 ഈക്വൽ ആയിരിക്കും. ഈ തീറ്റ ഇസ് വെരി വെരി സ്മോൾ, ഞങ്ങളിത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ തീറ്റ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് py/px ആയിരിക്കും. സോ pxന് ഇനീഷ്യൽ വാല്യൂ ഒന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കില്ല, അത് mv തന്നെ ആയിരിക്കും കേട്ടോ. സോ py/mv എന്ന് എഴുതാം. അപ്പോൾ ഇത് py നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാൻ തീറ്റ കിട്ടും. ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും തീറ്റ ആവറേജ്. സോറി, ഇത് തീറ്റ ആവറേജ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തീറ്റ ആവറേജ് കണ്ടുപിടിക്കുക. ഇറ്റ്സ് വാല്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ZZE²/8πε0rv py/px 1 × 1/mv. പക്ഷെ ഈ mv² ഇവിടെ വരുന്നുണ്ട്. ഹാഫ് mv² കൈനറ്റിക് എനർജി ആണ് അല്ലെ. സോ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഇതിനകത്തുനിന്ന് ഹാഫ് mv² പുറത്തെടുക്കുക. സോ വി ഗെറ്റ് തീറ്റ ആവറേജ് ഇസ് ഈക്വൽ ടു ZZE²/16πε0r_k, where k is the kinetic energy. So this gives the estimate of the scattering angle when the impact parameter b is equal to r/2. സപ്പോസ് ബി സ്മോൾ ആണെങ്കിൽ സ്കാറ്ററിംഗ് ആംഗിളും സ്മോൾ ആയിരിക്കും, ബി ലാർജർ ആണെങ്കിൽ സ്കാറ്ററിംഗ് ആംഗിളും ലാർജർ ആയിരിക്കും. സോ ദിസ് ഇസ് an average value of the scattering angle according to Thomson model. Now we can do a problem to calculate the average scattering angle. So using the Thomson model, estimate the average scattering angle when the alpha particles were small z equal to 2 with kinetic energy 3 million electron volt are scattered from gold. For gold capital Z, the atomic number is 79. The atomic radius of gold is 0.179 nanometer. So you can calculate theta average by substituting the values of capital Z, small z, r and k in this expression. And we can find that the result is 0.01 degree. Even though the result is a rough estimate of the average scattering angle, ഇതിന്റെ അക്യുറസി നമ്മുടെ കൺക്ലൂഷനെ ബാധിക്കുന്നില്ല. കാരണം 10⁻⁻⁴ ആണ് എക്സ്പെരിമെന്റലി കിട്ടുന്നത്. അപ്പൊ ഇതിൽ എറർ വന്നാലും ഈ 10⁻³ ആണ് നമുക്ക് തിയറട്ടിക്കലി കിട്ടുന്നത്. അപ്പൊ അതിൽ എറർ വന്നാലും 3000 ഉള്ളത് ഒരു 10⁻³ ആയാൽ പോലും എക്സ്പെരിമെന്റൽ വാല്യൂസും തിയറട്ടിക്കൽ വാല്യൂസും തമ്മിൽ നല്ല ഡിസ്ക്രിപ്പൻസി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
തോംസൺ മോഡൽ ഒരു ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് ദി കറക്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം. ഓക്കെ.